ഇവിടെ ശ്രുതിയാണ് കേട്ടോ. ക്രിസ്മസിൻ്റെ അന്ന് നമ്മൾ ആംസ്റ്റർഡാമിലെ വിൻ്റർ പാരഡൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിസ്മസ് മാർക്കറ്റിൽ പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെയും കൂടെ കാണിക്കാം കേട്ടോ. ഇത് ഒരു ഇൻഡോർ ക്രിസ്മസ് മാർക്കറ്റായിരുന്നു. പക്ഷേ വളരെ കുറച്ച് ആക്ടിവിറ്റീസും റൈഡ്സും വെളിയിലുണ്ടായിരുന്നു. അന്ന് അത്യാവശ്യം നല്ല മഴയും തണുപ്പും ഒക്കെ ആയിട്ടൊരു വല്ലാത്ത കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് പുറത്തുണ്ടായിരുന്ന ഒന്ന് രണ്ടെണ്ണം പെട്ടെന്ന് തീർത്തിട്ട് നമ്മളും അങ്ങ് ഉള്ളിലേക്ക് കയറി. ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാനും വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് ആ ഒരു മാർക്കറ്റിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പം മനസ്സിലാവുന്നുണ്ടാവും, ഒരുപാട് സ്റ്റോൾസ് ഉണ്ട്. ഫുഡിൻ്റെതായിട്ടും ഗിഫ്റ്റിൻ്റെതായിട്ടും ആക്ടിവിറ്റീസിൻ്റെതായിട്ടും ഗെയിംസിൻ്റെതായിട്ടും ഒക്കെ ഒരുപാട് ആക്ടിവിറ്റീസ്. ക്രിസ്മസിൻ്റെ അന്നായതുകൊണ്ട് നമ്മൾ ഇത്രയും ഒരു തിരക്ക് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. പക്ഷേ ഒരു 12 മണിയായപ്പോഴേക്കും അത്യാവശ്യം നല്ല ഫുള്ളായിരുന്നു അവിടെ. അതുകൊണ്ട് ഇതുപോലെയുള്ള റൈഡ്സിലൊക്കെ കയറണമെങ്കിൽ നല്ല ക്യൂ ഉണ്ടായിരുന്നു. അത് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കുറച്ച് ലൈവ് ഷോസ് ഉണ്ടായിരുന്നു അവിടെ. അത് ഷോ ടൈമിങ്സ് അനുസരിച്ച് നമുക്ക് കയറാം. ഇത് നമ്മൾ കയറിയ ഷോയുടെ ഒരു പാർട്ടാണ്. ഒരാളാണ് ഈ ഷോ മുഴുവൻ ചെയ്തത്. ഒരു 1 മാൻ ഷോ ആയിരുന്നു. ആൾ സർക്കസ് ആണോ അതോ മാജിക് ആണോ എന്നൊന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്തായാലും എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷനായിരുന്നു. ഒരു ½ അവർ എല്ലാ ക്രൗഡിനെയും കൂടെ ചേർത്ത് എൻഗേജ്ഡ് ആക്കാനായിട്ട് പുള്ളിക്ക് നല്ലതുപോലെ പറ്റി. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു ഷോ കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ, യൂറോപ്പിൽ ലഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വം ബ്രെഡുമയമാണ്. പക്ഷേ ഇവിടെ കുറച്ചും കൂടെയൊക്കെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഹോട്ട് ഡോഗ്, ഫ്രൈസ്, സാൻഡ്വിച്ച് ഇതൊക്കെ തന്നെ. പിന്നെ നോക്കിയപ്പോൾ അവിടെ സ്കീയിങ്ങിൻ്റെ ഒരു ഏരിയ കണ്ടു. ഇത് ഒരു ഫൺ ആക്ടിവിറ്റി ആയിട്ട് ഇവിടെ ആൾക്കാർ ചെയ്യാറുള്ളതാണ് ഈ ഒരു സമയത്ത്, പ്രാക്ടീസിനായിട്ടും ഫണ്ടിനായിട്ടും ഒക്കെ. നമ്മുടെ കുട്ടികളത് പഠിച്ചിട്ടില്ല അത്രയ്ക്ക്, അപ്പോൾ അതുകൊണ്ട് അവരെ നമ്മളതിലേക്ക് വിട്ടില്ല. പിന്നെ അതാ നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഫുഡ് കഴിക്കണ ആ ഒരു ഏരിയയുടെ സൈഡിൽ ഒരാളിരുന്ന് ഗിറ്റാറൊക്കെ വായിക്കുന്നുണ്ട്. ആ ലൈറ്റിങ്ങും ആ ഒരു ആംബിയൻസും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ആ ഒരു മൂഡ്. പിന്നെ ഇവർ ഈ കളിക്കുന്നത് റിയൽ സ്നോ ഫ്ലേക്സ് ഒന്നുമല്ല, പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയ സ്നോ ആണ്. അതാകുമ്പോൾ കൈ തണുക്കത്തുമില്ല, നമുക്ക് ആവശ്യം പോലെ കളിക്കുകയും ചെയ്യാം. ഈ ഒരു റൈഡ് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/2 മണിക്കൂറെങ്കിലും ക്യൂ നിന്നു. അപ്പോൾ നമ്മൾ പിന്നെ ഇനി റൈഡിൽ കയറ്റം തൽക്കാലത്തേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചു. അവരേതാ ഈ സ്നോ ഫ്ലേക്സിൻ്റെ അങ്ങോട്ടേക്ക് ഞാൻ കൊണ്ടുപോയി. ഇതായിരുന്നു നമ്മൾ അവസാനത്തെ ആ ഒരു 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്തത് ഇവിടെ തന്നെയായിരുന്നു. അവർക്കും പിന്നെ എങ്ങോട്ടും വരണമെന്നില്ലായിരുന്നു, അതിനകത്ത് തന്നെ കളിക്കുകയായിരുന്നു. ഞാനും അപ്പവും കുറച്ച് നേരം അവരുടെ കൂടെ അതിനകത്തിരുന്ന് കളിച്ചു.